Hello everyone, Dr. Manjula here. ഇന്ന് നമുക്ക് മസ്കുലോസ്കെൽറ്റൽ സിസ്റ്റം ഡിസോർഡേഴ്സും ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റം ഡിസോർഡേഴ്സും പെട്ടെന്നൊന്ന് റിവ്യൂ ചെയ്യാം. ആദ്യം തന്നെ മസ്കുലോസ്കെൽറ്റൽ സിസ്റ്റം ഡിസോർഡേഴ്സ് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഫ്രാക്ചറാണ്. ഫ്രാക്ചർ എന്ന് പറയുമ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രാക്ചേഴ്സ് ഉണ്ട്. ഒന്ന് ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ഫ്രാക്ചർ. ക്ലോസ്ഡ് എന്ന് പറയുമ്പം സ്കിന്ന് ഇൻടാക്റ്റ് ആയിരിക്കും. ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ സ്കിന്നിൽ ബ്രേക്ക് ഉണ്ടാവും, ഈ ബോൺ വെളിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അതിനെ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്നും വിളിക്കുന്നു. പിന്നെ ഉള്ളത് എന്താണ്? കംപ്ലീറ്റ് വേഴ്സസ് ഇൻകംപ്ലീറ്റ് ഫ്രാക്ചർ. കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ബോൺ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്കായി രണ്ട് ബോൺ ബ്രേക്ക് രണ്ട് പീസായിട്ട് മാറുന്നതാണ് കംപ്ലീറ്റ്. ഇൻകംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ ഒരു പോർഷൻ ഓഫ് ദ ബോൺ ലോൺ ഈസ് ബ്രോക്കൺ ആൻഡ് ഇറ്റ് റിമെയിൻസ് ഇൻടാക്ട് ദെയർ. കമ്മ്യൂണേറ്റഡ് എന്ന് പറയുമ്പോൾ ബോണ് മൾട്ടിപ്പിൾ പീസസ് ആയിട്ട് തവിട് പൊടിയായിട്ട് ബ്രേക്ക് ആയിരിക്കുന്നതാണ് കമ്മ്യൂണേറ്റഡ് ഫ്രാക്ചർ. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ ആണെങ്കിലോ ഈ പച്ച കമ്പ് നമ്മൾ ഒടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒടിഞ്ഞു പോവോ? ഇല്ല, ഒരു സൈഡ് മാത്രം ഒടിയും, മറ്റേ സൈഡ് വളഞ്ഞു ഇരിക്കുന്നു. അതുകൊണ്ടാണ് അതിന് ഗ്രീൻ സ്റ്റിക്ക്, അതുപോലെ ഉള്ള ഫ്രാക്ചറിനെയാണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഇത് കൂടുതലും കൊച്ചുകുട്ടികളിലാണ് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ആൻഡ് വൺ സൈഡ് ഈസ് ബെൻഡ്. അടുത്ത പാത്തോളജി ഫ്രാക്ചർ എന്ന് പറയുമ്പം എന്തെങ്കിലുമൊക്കെ ബോൺ റിലേറ്റഡ് അസുഖങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഫ്രാക്ചർ, ലൈക്ക് ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ tumor, that all those things will make the bone weak and break. Then spiral ഫ്രാക്ചർ. സ്പൈറൽ ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ സ്പ്രിങ് ഇല്ല, നമ്മുടെ പേനയ്ക്കകത്തൊക്കെ കിടക്കുന്ന സ്പ്രിങ്, അതുപോലത്തെ ഒരു ലുക്കുള്ള ഫ്രാക്ചറാണ്. ട്വിസ്റ്റിംഗ് ഫോഴ്സ് വരുമ്പോഴാണ് അങ്ങനത്തെ ഫ്രാക്ചർ ഉണ്ടാവുക. പിന്നെ ഉള്ളത് ട്രാൻസ്വേഴ്സ് ഫ്രാക്ചർ, വേർ ദ ഫ്രാക്ചർ ഹാപ്പൻ സ്ട്രെയിറ്റ് അക്രോസ് ദ ബോൺ. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രാക്ചർ. ഇനി അതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് നോക്കുകയാണെങ്കിൽ പെയിൻ, സ്വെല്ലിംഗ് ആൻഡ് ഡീഫോമിറ്റി, പിന്നെ ലോസ് ഓഫ് ഫങ്ഷൻ. ക്രെപ്പിറ്റസ് എന്ന് പറയുമ്പോൾ ഈ ബ്രോക്കൺ എഡ്ജസ് ഉണ്ടല്ലോ ബോണിൻ്റെ, അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരയുമ്പോൾ ഒരു ഗ്രേറ്റിംഗ് സൗണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രേറ്റഡ് ഫീലിംഗ് നമുക്ക് കിട്ടുന്നതാണ് ക്രെപ്പിറ്റസ്. then എക്കിമോസിസ് എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ ഡിസ്കളറേഷൻ, numbness and signs of shock if a major vessel is ruptured. So how do you manage this? ബോണിന് എപ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ബോണിന്, ക്രോസ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ബോണിന് നമ്മൾ തിരിച്ച് വലിച്ച് അതിനെ അതിൻ്റെ നോർമൽ പൊസിഷനിൽ വെക്കുന്നതാണ് റിഡക്ഷൻ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഇമ്മൊബിലൈസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ, ഇല്ലെങ്കിൽ ഡീഫോമിറ്റീസ് ഉണ്ടാവും. സോ ഇമ്മൊബിലൈസേഷൻ എങ്ങനെ ചെയ്യാം? കാസ്റ്റ് ഇട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ട്രാക്ഷൻ, സ്കിന്നോ സ്കെൽറ്റൽ ട്രാക്ഷനോ വെച്ചിട്ട് ചെയ്യാം. ഇതുമല്ല തവിട് കൂടിയായ ബോൺസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് റിപ്പയർ ചെയ്യുക? തുറക്കുക, ഓർഎഫ് ചെയ്യുക, ഓപ്പൺ റിഡക്ഷൻ ആൻഡ് ഇന്റേർണൽ ഫിക്സേഷൻ യൂസിങ് പ്ലേറ്റ്സ്, നെയിൽസ് എക്സെട്ര. ദെൻ എക്സ്റ്റേണൽ ഫിക്സേഷൻ ആണെങ്കിൽ തുറക്കേണ്ട ആവശ്യമില്ല, വെളിയിൽ വെച്ച് തന്നെ നമുക്ക് എക്സ്റ്റേണൽ ഫിക്സേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ബേസിക്കലി ഇമ്മൊബിലൈസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ടെറ്റനസ് ടോക്സൈഡും ആൻറ്റിബയോട്ടിക്സും കൊടുക്കാം. ദെൻ കമ്മിങ് ടു ദ കോംപ്ലിക്കേഷൻസ് ഓഫ് ഫ്രാക്ചേഴ്സ്, ആദ്യത്തെ എന്താണ്? ഡിലേഡ് കോംപ്ലിക്കേഷൻ ആണ്, അല്ല ഡിലേഡ് യൂണിയൻ ആണ്. എന്ന് വെച്ചാൽ കൂടുതൽ സമയം, 6 മാസത്തിൽ കൂടുതൽ എടുക്കുമ്പോൾ. മാൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇത് അബ്നോർമലായിട്ട് യുണൈറ്റ് ചെയ്ത് പോകുന്നു. നേരെ ഇങ്ങനെ റിഡക്ഷൻ പ്രോസസ്സ് മര്യാദയ്ക്ക് നടന്നില്ല, ചിലപ്പോൾ ഇങ്ങനെ ക്രിസ് ക്രോസ് ഒക്കെ ആയിട്ട് അങ്ങനെ വെച്ച് തന്നെ അത് ബോണ് ഹീലായി പോകുന്നതാണ് മാൽ യൂണിയൻ. പിന്നെ ഓപ്പൺ ഫ്രാക്ചേഴ്സിലൊക്കെ ഉള്ള വേറൊരു റിസ്ക് എന്താണ്? ഓസ്റ്റിയോമൈലൈറ്റിസ്. പിന്നെ ലോങ് ബോൺസ് ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ, ഫീമർ പോലുള്ള ലോങ് ബോൺസ് ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ ബോൺ മാരോയിൽ നിന്ന് ഫാറ്റ് ഗ്ലോബ്യൂൾസ് റിലീസ് ചെയ്യും, ഫാറ്റ് എംബോളിസം ഉണ്ടാവുകയും ചെയ്യും. അത് വേറൊരു കോംപ്ലിക്കേഷൻ. പിന്നുള്ളത് കമ്പാർട്ട്മെന്റ് സിൻഡ്രോം. കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ബോക്സ് പോലത്തെ ഒരു സാധനം, അതാണ് കമ്പാർട്ട്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിലോ മസിൽസിനകത്ത് ഇൻഫ്ലമേഷനായി എഡിമ ഫോം ചെയ്തിട്ട് that will compress the blood vessels and the nerves that is passing by. അപ്പോൾ ആ ഒരു ഫേഷ്യ കവർ ചെയ്തിരിക്കുമല്ലോ മസിൽ ഫൈബേഴ്സ്, പിന്നെ അതിനകത്ത് തന്നെ ബ്ലഡ് വെസൽസ്, നെർവ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എഡിമ വരുമ്പോൾ ഇറ്റ് ജസ്റ്റ് കംപ്രസസ് ഓൾ ഓഫ് ദിസ് ആൻഡ് ഇറ്റ് വിൽ കട്ട് ദ ബ്ലഡ് സപ്ലൈ ടു ദ മസിൽസ്. അപ്പോൾ കമ്പാർട്ട്മെന്റ് സിൻഡ്രോം ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അസസ് ചെയ്യും? 5P ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അസസ്മെൻറ്റ് ഓഫ് ആഫ്റ്റർ ഫ്രാക്ചർ അല്ലെങ്കിൽ എനി മസ്കുലോസ്കെൽറ്റൽ ഇഞ്ചറി, ദിസ് 5P ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ചെക്ക് ഇഫ് ദർ ഇസ് കമ്പാർട്ട്മെന്റ് സിൻഡ്രോം. എന്തൊക്കെയാണ് 5P? പെയിൻ, പാലർ, പരസ്തീഷ്യ, പൾസ്ലെസ്നെസ് ആൻഡ് പാരാലിസിസ്. നെക്സ്റ്റ് കംസ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസും ഓസ്റ്റോ ആർത്രൈറ്റിസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഇവിടെ സൈനോവിൽ മെംബ്രെയിൻ അഫക്റ്റഡ് ആയിരിക്കും, എന്നിട്ട് അവിടെ ഒരു പാനസ് ഫോർമേഷൻ ഉണ്ടാവും വിച്ച് വിൽ ഡിസ്ട്രോയ് ദ ആർട്ടിക്കുലർ സർഫസ് ഓഫ് ദ ബോൺ. അങ്ങനെയാണ് ഈ ജോയിൻറ്റ് ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നത്. മെയിനായിട്ട് എന്താണ്? പാനസ് ഫോർമേഷൻ. ഇത് സിമെട്രിക്കൽ ജോയിൻറ്റ് ഇൻവോൾവ്മെൻ്റ് ആണ്. രണ്ട് സൈഡിലും ഒരുപോലെ പെയിനും സ്വെല്ലിങ്ങും ഉണ്ടാവും. രാവിലെയാണ് ആ സ്റ്റിഫ്നെസ്, ഇറ്റ് വിൽ ലാസ്റ്റ് മോർ ദാൻ 1 hour.
പിന്നെ സിസ്റ്റമിക് മാനിഫെസ്റ്റേഷൻസ് ലൈക്ക് ഫീവർ, ഫറ്റീഗ്, അനീമിയ ഒക്കെ ഉണ്ടാകാം. ദെൻ ദീസ് ബോൺ ഗെറ്റ്സ് ഡീഫോംഡ് ലൈക്ക് സ്വാൻ നെക്ക്. ആ ഡിഫോമിറ്റീസിനൊക്കെ പറയുന്ന പേരാണ് സ്വാൻ നെക്ക്. ദെൻ അൾനാർ ഡ്രിഫ്റ്റ് ആൻഡ് റുമറ്റോയിഡ് നോഡ്യൂൾസ് ആർ പ്രസൻറ്റ്. ഈ അസുഖം ഉണ്ടെന്ന് എങ്ങനെയാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത്? ESR എലിവേറ്റഡ് ആയിരിക്കും, റുമറ്റോയിഡ് ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കും, ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡീസ് പോസിറ്റീവ് ആയിരിക്കും. സോ ഇൻഫ്ലമേഷനും പെയിനും ഉള്ളതുകൊണ്ട് നമ്മൾ NSAIDs കൊടുക്കുന്നു സിംറ്റം റിലീഫിന്. അതുപോലെ തന്നെ നമ്മുടെ റുമറ്റോയിഡ് ആർത്രൈറ്റിസിന് കൊടുക്കുന്ന അടുത്ത ഡ്രഗാണ് ഡിസീസ് മോഡിഫൈങ് ആൻറ്റി റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഡ്രഗ്സ്. ഓക്കെ, ലൈക്ക് മെത്തോട്രെക്സേറ്റ് ആൻഡ് സൾഫാസാലിസിൻ. പിന്നെ ട്യൂമർ നെക്രോസിസ് ഫാക്ടർ കൊടുക്കാം, ട്യൂമർ നെക്രോസിസ് ഫാക്ടർ ഇൻഹിബിറ്റേഴ്സ് കൊടുക്കാം. പിന്നെ സ്റ്റീറോയിഡ്സ് ലൈക്ക് പെഡ്നിസലോൺ ആൻഡ് സർജറി ടു സൈനോവെക്ടമിലെ ആർത്രോപ്ലാസ്റ്റി. സോ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണ്? ജോയിൻറ്റ് ആങ്കൈലോസിസ്. ആങ്കൈലോസിസ് എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് സ്റ്റിഫായി പോകുന്നതാണ്. ദെൻ ഷോഗ്രൻ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേഷനാണ്. എല്ലാ ആർത്രൈറ്റിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസിലും കാണപ്പെടുന്നതല്ല ഇത്. ചില ഒരു 6% ആൾക്കാരിലും ഇത് ഷോഗ്രൻസ് സിൻഡ്രോം കാണാനായിട്ട് സാധിക്കും. ഇതെന്താണ്? ഇതും ഇതുപോലെ തന്നെ ഓട്ടോഇമ്യൂൺ ഡിസീസാണ്, പക്ഷേ ഇത് എക്സോക്രൈൻ ഗ്ലാൻസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ദെൻ വാസ്കുലൈറ്റിസ്, പെരിക്കാർഡിറ്റിസ്, ഇതൊക്കെ. നെക്സ്റ്റ് ഇസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഇത് ഡീജനറേറ്റീവ് ജോയിൻറ്റ് ഡിസോർഡർ, നോൺ ഇൻഫ്ലമേറ്ററി ആണ്. ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ എസിമെട്രിക്കൽ പെയിൻ ആണ്, വിച്ച് ഇസ് റിലീവ്ഡ് ബൈ റെസ്റ്റ്. മോർണിംഗ് സ്റ്റിഫ്നെസ് ഇവിടെ ഉണ്ടാവും, പക്ഷേ ഇറ്റ് ലാസ്റ്റ് ലെസ് ദാൻ 1 hour. ക്രെപ്പിറ്റസ് ഉണ്ടാവും. പിന്നെ ഹേബർഡൻസ് ആൻഡ് ബോച്ചാർട്ട്സ് നോഡ്സ്, അത് ഈ പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രോക്സിമൽ ഇന്റർഫലാഞ്ചിയൽ ജോയിൻറ്റിൽ വരുന്നതാണ് ബോച്ചാർട്ട്സ് നോഡ്സും, ഡിസ്റ്റലിൽ വരുന്നതിനെയാണ് ഹേബർഡൻ നോട്ട്സ് എന്നും പറയുന്നത്. അപ്പം HD ഹേബർഡൻസ് നോട്ട്സ് ഡിസ്റ്റലാണ്. HD ഹൈ ഡെഫിനിഷൻ TV ഒക്കെ നമ്മൾ പറയത്തില്ല, അങ്ങനെ റിലേറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ഹേബർഡൻസ് ആണെങ്കിൽ ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചിയൽ, മറ്റാണെങ്കിൽ BP എന്ന് പറയുമ്പോൾ ബോച്ചാർട്ടിൽ പ്രോക്സിമൽ ഇന്റർഫലാഞ്ചിയൽ ജോയിൻറ്റ്, പിക്ചറിൽ കാണുന്ന പോലെ. പിന്നെ നമുക്ക് വേറെ മറ്റ് സിസ്റ്റമിക് സിംറ്റംസ് ഒന്നും ഇവിടെയില്ല. പെയിനിന് നമ്മൾ അസെറ്റാമിൻ കൊടുക്കുക, NSAIDs കൊടുക്കുക. പിന്നെ ജോയിൻറ്റിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റീറോയിഡ്സ് ഇഞ്ചെക്ട് ചെയ്യാം. ദെൻ ഗ്ലൂക്കോസമൈൻ കൊടുക്കുക, സർജറി ലൈക്ക് ആർത്രോപ്ലാസ്റ്റി. ദീസ് ആർ ദ മാനേജ്മെന്റ്. ജോയിൻറ്റ് ഡിഫോമിറ്റി, ലോസ് ഓഫ് മൊബിലിറ്റി ഇസ് ദ പ്രോബ്ലം ഹിയർ. അടുത്ത ഗൗട്ടി ആർത്രൈറ്റിസ്. ഗൗട്ടി ആർത്രൈറ്റിസിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ജോയിൻറ്റ്സ് ബിക്കോസ് ഓഫ് ദി ഇൻക്രീസ് പ്യൂറിൻ മെറ്റബോളിസം. പ്യൂറിൻ കണ്ടന്റ് നമ്മൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ, ഇൻക്രീസ് പ്യൂറിൻ മെറ്റബോളിസം ഉണ്ടെങ്കിൽ യൂറിക് ആസിഡ് ഫോം ചെയ്തിട്ട് അത് പോയി അവിടെ ജോയിൻറ്റ്സിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും. ഏറ്റവും കൂടുതൽ കോമൺ സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഏരിയ ആണ്. അവിടെ ഗ്രേറ്റർ ടോഡ് അവിടെ നമുക്കിങ്ങനെ സ്വെല്ലിങ്ങും റെഡ്നെസ്സും ഒക്കെ കാണാൻ പറ്റും. ഇതിന് ടോഫൈ എന്നാണ് പറയുക, ടോഫൈ. ഓക്കെ, സോ ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് നോക്കുകയാണെങ്കിൽ സീറം യൂറിക് ആസിഡ് എലിവേറ്റഡ് ആയിരിക്കും, വിച്ച് ഇസ് മോർ ദാൻ 6.8. ഇനി ഡ്രഗ്സ് കൊളിച്ചിസിൻ അല്ലെങ്കിൽ കൊളിച്ചിസിൻ കൊടുക്കാം ടു റിഡ്യൂസ് ദി യൂറിക് ആസിഡ്. പിന്നെ NSAIDs ആൻഡ് സ്റ്റിറോയിഡ്സ് ടു റിഡ്യൂസ് ദി ഇൻഫ്ലമേഷൻ. ക്രോണിക്കിലാണെങ്കിൽ അലോപെറിനോൾ, പ്രൊബെനിസിഡ്, ഇതൊക്കെയാണ്. പിന്നെ ഫുഡ് ഡയറ്ററി കൺട്രോൾ വേണം പ്യൂറിൻസിൻ്റെ. സോ പ്യൂറിൻസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഓർഗൻ മീറ്റ്സ് എന്നാണ്. സോ ദി കോംപ്ലിക്കേഷൻസ് ആർ ക്രോണിക് ടോഫൈ. യൂറിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ കിഡ്നി സ്റ്റോൺസ് ആയിട്ട് അത് ഫോം ചെയ്യാം. നെക്സ്റ്റ് കമ്മിങ് ടു ഓസ്റ്റിയോപോറോസിസ്. പോറസ് എന്ന് പറഞ്ഞാൽ ഓട്ട ഉണ്ട്. അപ്പോൾ ബോണിൽ ഇങ്ങനെ ചെറിയ ഓട്ടകൾ പോലെ കാണുന്നതാണ് ഓസ്റ്റിയോപോറോസിസ്. ദാറ്റ് ഡിക്രീസസ് ദ ബോൺ ഡെൻസിറ്റി. എങ്ങനെ അറിയാം? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ എപ്പോഴും നമ്മൾ ഡെക്സാ സ്കാൻ ആണ് ചെയ്യുന്നത്. അതിനകത്ത് T-score, if it is less than -2.5, then there is a high risk of osteoporosis. T-score എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതേ ഏജ് ഗ്രൂപ്പുള്ള ഒരു യങ് അഡൾട്ടിൻ്റെ ബോണുമായിട്ട് കമ്പയർ ചെയ്താണ് ഈ T-score കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് പോസ്റ്റൽ വിമനും അതുപോലെ കാൽഷ്യം, വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉള്ളവരിലാണ് കാണപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ഫ്രജാലിറ്റി ഫ്രാക്ചേഴ്സ്, അതും എസ്പെഷ്യലി എവിടെയൊക്കെയാണ്? ഹിപ്പ്, സ്പൈന്, റിസ്റ്റ്, ഇവിടെയാണ് ഫ്രാക്ചേഴ്സ് ഉണ്ടാവുക. പിന്നെ കൈഫോസിസ്. ആ സ്പൈനിൽ ഓസ്റ്റിയോപോറോസിസ് വന്നു കഴിഞ്ഞാൽ കൂനുമല്ലോ, കൈഫോസിസ്. അതിൻ്റെ വേറൊരു പേരാണ് ഡോവഗേഴ്സ് ഹംപ്. ദെൻ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സ് ബിസ്ഫോസ്ഫോണേറ്റ്സ്,
പിന്നെ കാൽഷ്യം, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ്. വെയിറ്റ് ബെയറിംഗ് പ്രിവെൻറ്റ്സ് ഓസ്റ്റിയോപൊറോസിസ്. അതുകൊണ്ടാണല്ലോ ബെഡ് റിഡൺ ആൾക്കാരിൽ ഓസ്റ്റിയോപൊറോസിസ് കൂടാനുള്ള ചാൻസസ് വെയിറ്റ് ബെയറിംഗ് ഇല്ലാത്തതുകൊണ്ട്. അടുത്ത ഓസ്റ്റിയോമൈലൈറ്റിസ്, ബോൺ ഇൻഫെക്ഷൻ, സ്റ്റെഫിലോകോക്കസ് ഓറിയസ് ആണ് കോമൺ ആയിട്ടുള്ള ഓർഗാനിസം. ബ്ലഡിൽ കൂടെയും ഇത് സ്പ്രെഡ് ചെയ്യാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്പൺ ഫ്രാക്ചർ വഴിയോ അതല്ലെങ്കിൽ സർജറി വഴിയോ ഒക്കെ വരാം. പെയിൻ ഉണ്ടാവും, ഫീവർ ഉണ്ടാവും, എർത്തീമ. ക്രോണിക് കേസസിലാണെങ്കിൽ സൈനസ് ട്രാക്ട് ഫോം ചെയ്യും, പസ്സൊക്കെ വെളിയിൽ ഇങ്ങനെ വരാം. ദെൻ IV ആൻറ്റിബയോട്ടിക്സ് ആണ്, എസ്പെഷ്യലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാങ്കോമൈസിൻ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. സർജിക്കൽ ഡീബ്രിമെൻറ്റ്. നെക്സ്റ്റ് ഇസ് പേജറ്റ്സ് ഡിസീസ്. പേജറ്റ്സ് ഡിസീസിൽ ബോൺ ഫോർമേഷൻ എന്താണ്? അബ്നോർമൽ ആണ്. ആൻഡ് അബ്നോർമൽ ഷേപ്പിൽ അത് മാറും. ആൻഡ് സോ ദ ബോൺ ബിക്കംസ് വെരി ബ്രിട്ടിൽ. പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യും. ഷേപ്സ് ഒക്കെ മിസ് ഷേപ്പൺ ബോൺസ് ആണ്. ഇതിൻ്റെ ഡയഗ്നോസിസ് എങ്ങനെയാണ്? ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് കൂടിയിരിക്കും ഇവിടെ. ദെൻ ബോണിൽ നോക്കിക്കഴിഞ്ഞാൽ ബോണിനും പെയിൻ ഉണ്ടാവും, ഡീഫോമിറ്റീസ് ഉണ്ടാവും, കാലൊക്കെ വളഞ്ഞിരിക്കും. പിന്നെ ഹിയറിംഗ് ലോസ് ഉണ്ടാവും സ്കൾ ബോൺ ഇൻവോൾവ് ആണെങ്കിൽ. ഇവിടെയും ബിസ്ഫോണേറ്റ്സും NSAIDസും കൊടുക്കാം. നെക്സ്റ്റ് ഇസ് ആങ്കൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ്. ഇത് ഒരു ക്രോണിക് കണ്ടീഷനാണ്. ആർത്രൈറ്റിസ്, എസ്പെഷ്യലി സെക്രോഇലിയക് ജോയിൻറ്റ്സ് ആൻഡ് സ്പൈൻ. സോ ഇതൊരു ജനറ്റിക് അസോസിയേഷൻ ഉണ്ട് ഇവിടെ. HLA-B27 എന്ന് പറയുന്ന ഒരു ജീൻ ഇവിടെ ഇൻവോൾവ് ആണ്. So how does the patient present? There is lower back pain, especially it becomes worse at night and improves with activity. In X-ray നോക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ക്ലാസിക്കൽ പിക്ചർ ഉള്ളത് ബാംബു സ്പൈൻ ആണ്. ബാംബു ഇല്ലേ, മുള പോലെ കാണാം സ്പൈനിൽ, സ്പൈൻ്റെ X-ray പിക്ചർ. Then NSAIDs we can give, and tumor necrosis factor inhibitors and postural exercise. Next is plantar fasciitis. Plantar fasciitis ഈ പ്ലാന്റാർ ഫേഷ്യ, കാലിലുള്ള ഹീലിൻ്റെ അവിടെയുള്ള പ്ലാന്റാർ ഫേഷ്യ ഇൻഫ്ലെയിംഡ് ആണ്. ഇത് ഒബീസ് ആയിട്ടുള്ളവരാണ് ഹൈ റിസ്ക്. പിന്നെ ഫ്ലാറ്റ് ഫീറ്റ് ഉള്ളവർക്ക്, ഫ്ലാറ്റ് ഫീറ്റ് ആർച്ചില്ലാതെ ഫ്ലാറ്റ് ഫീറ്റ് ഉള്ളവർക്ക്. പിന്നെ കാൽക്കേനിയത്തിൽ സ്പർ ഉണ്ടാവും. സ്പറിന് വെച്ചാൽ ചെറിയൊരു ബൊണ്ണി പ്രൊജക്ഷൻ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കും ഇത് കാണും. ഷാർപ്പ് പെയിൻ, രാവിലത്തെ കുറച്ച് സ്റ്റെപ്സ് ഭയങ്കര പെയിൻഫുള്ളാണ്. അതുപോലെ തന്നെ കാൽക്കേനിയസിൽ ടെൻഡനസ്, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വേദന ഉണ്ടാവും. സ്ട്രെച്ചിങ്, എക്സസൈസാണ് ബേസിക്കലി ഇതിൻ്റെ മാനേജ്മെൻറ്റ്. പിന്നെ നമുക്ക് നൈറ്റിലൊക്കെ സ്പ്ലിൻറ്റും ഒക്കെ ഇട്ടിട്ട് പൊസിഷൻ ചെയ്ത് വെച്ച് ഉറങ്ങാം. ദാറ്റ് വിൽ ഹെൽപ്പ്. ആൻഡ് ഇഫ് നത്തിങ് വർക്ക്സ്, സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻ. നെക്സ്റ്റ് ഇസ് മസ്കുലർ ഡിസ്ട്രോഫി. ഇതൊരു ജനറ്റിക് മസിൽ ഡീജനറേഷൻ ആണ്. ഡ്യൂഷീൻസ് അല്ലെങ്കിൽ ബെക്കേഴ്സ് മസ്കുലർ ഡിസ്ട്രോഫി, 2 ടൈപ്പ്. ഇത് എക്സ്-ലിങ്ക്ഡ് ആണ്, ഓട്ടോസോമൽ റിസസീവ് ആണ് 2. സോ ഹിയർ പ്രോഗ്രസീവ് വീക്ക്നെസ് ആണ് ഉണ്ടാവുക. അപ്പോൾ കാലാണ് അഫക്റ്റഡ് ആവുന്നത്. അപ്പോൾ നിൽക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഗോവേഴ്സ് സൈൻ എന്ന് വെച്ചാൽ അവർ കാലും കൊണ്ട് നിൽക്കുന്നതിന് പകരം കൈ കൊണ്ട് നിൽക്കാൻ ശ്രമിക്കും. അതാണ് ഗോവേഴ്സ് സൈൻ എന്ന് പറയുന്നത്. സോ വി ഗീവ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ടു റെഡ്യൂസ് ദ ഓർ ഡിലേ ദ progression. Physical therapy and respiratory support is required. Next is fibromyalgia. Fibromyalgia എന്ന് പറയുന്നത് മസിൽസിന് പെയിൻ ആണ്. There are a lot of tender points in the muscles associated with fatigue and sleep disturbance. There are a lot of tender points. And brain fog എന്ന് പറഞ്ഞാൽ cognitive decline ആണ് ഈ ഫൈബ്രോമയാൽജിയ ഉള്ളവർക്ക് സംഭവിക്കാം. Amitriptyline, duloxetine and pregabalin are the drugs. Then comes carpal tunnel syndrome. Carpal tunnel syndromeൽ റിസ്റ്റിലാണ് അത് ഉണ്ടാവുന്നത്. റിസ്റ്റിൽ നമ്മുടെ മീഡിയൻ നെർവ് പോകുന്നുണ്ടല്ലോ, അതിലൊരു കംപ്രഷൻ. സോ ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സ്. നമ്മൾ ടെന്നീസ് കളിക്കുകയോ അല്ലെങ്കിൽ മോസ്റ്റ്ലി ഈ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതലും കാണുന്നത്, ഒത്തിരി കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർക്ക്. പാരസ്തീഷ്യ, എസ്പെഷ്യലി നമ്മുടെ തമ്പ്, ഇൻഡെക്സ് ആൻഡ് മിഡിൽ ഫിംഗർ, ഈ 3 ഫിംഗറിലാണ് ഇത് പാരസ്തീഷ്യ അല്ലെങ്കിൽ നംനെസ് ഫീൽ ചെയ്യുന്നത്. പിന്നെ രാത്രി പെയിൻ ഉണ്ടാവും. സോ റിസ്റ്റ് സ്പ്ലിൻ്റ് ആണ് അതിൻ്റെ തെറാപ്പി. ആൻഡ് സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻസ് ഇൻ വേസ്റ്റ് കേസസ്. അടുത്ത് റൊട്ടേറ്റർ കഫ് ടയർ. ഈ ഷോൾഡറിൽ നമ്മുടെ ടെൻഡൻ റപ്ചർ ആണ് ഇത്. അപ്പോൾ ഒന്നുകിൽ ട്രോമ അല്ലെങ്കിൽ ഡീജനറേഷൻ ആണ് ഇതിൻ്റെ റീസൺ. എങ്ങനെയാണ് അറിയുന്നത്? പെയിൻ, കൈ ഇങ്ങനെ പൊക്കി മുകളിലോട്ട്, തലയ്ക്ക് മുകളിലോട്ട് പൊക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും, പെയിൻഫുൾ ആണ്. സോ NSAIDസും ഫിസിയോതെറാപ്പിയാണ് അവിടെ ഇഫ് ദർ ഇസ് എ ടയർ. സർജിക്കൽ, ഫുൾ ടയർ ആണെങ്കിൽ സർജിക്കൽ റിപ്പയർ. Next, let us have a look at the integumentary system disorders.
ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള സ്കിൻ ലീഷൻസ് ആണ്. പലതരത്തിലുള്ള സ്കിൻ ലീഷൻസ് ഉണ്ട്. ഒന്ന് മാക്യൂൾ. മാക്യൂൾ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിരിക്കും, കളർ ചേഞ്ച് ഉണ്ടാവും, പെറ്റേഷ്യ. അതുപോലെ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ കാക്കാപ്പുള്ളി എന്നൊക്കെ പറയത്തില്ല, ആ സാധനം അത് മാക്യൂളാണ്. പാപ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ്, അത് ലെസ് ദാൻ 1 സെൻറ്റിമീറ്റർ. അരിമ്പാറ ഒരു ഉദാഹരണം. വെസിക്കിൾ എന്ന് പറഞ്ഞാൽ ചെറിയ ലെസ് ദാൻ 1 സെൻറ്റിമീറ്റർ ഉള്ള ഫ്ലൂയിഡ് ഫിൽഡ് ലീഷൻസ് ആണ്, കുമിള പോലെ ഇരിക്കുന്നത്. ചിക്കൻ ബോക്സിൻ്റെത് വെസിക്കിളാണ്. ദെൻ അതിനകത്ത് പസ് ഫിൽഡ് ആയിട്ടാണെങ്കിൽ പസ്റ്റൂൾ എന്ന് പറയും. പിന്നെ വലിയ വെസിക്കിൾ നമ്മൾ ബുള്ള എന്ന് പറയും. കുറേ വെസിക്കിൾ ഒരുമിച്ച് ചേർന്ന് വലിയൊരു വെസിക്കിൾ ഫ്ലൂയിഡ് ഫിൽഡ് ഇത് വെസിക്കിൾ ആണെങ്കിൽ അതിനെ ബുള്ള എന്ന് പറയും, ബേൺസിൽ കാണുന്ന പോലെ. സോ പാൽപ്പബിൾ ആണെങ്കിൽ പാപ്യൂൾ എന്നും, നോൺ പാൽപ്പബിൾ ആണെങ്കിൽ മാക്യൂൾ എന്നും പറയും. ദെൻ ട്രീറ്റ് ദ അണ്ടർലൈൻ കോസ് ആൻഡ് ടോപ്പിക്കൽ സ്റ്റീറോയിഡ്സ്, ആൻറ്റിവൈറൽസ് ഇഫ് റിക്വയർഡ്. ദെൻ കംസ് പ്രഷർ അൾസേഴ്സ്. പ്രഷർ അൾസേഴ്സ് ഞാൻ കൂടുതൽ പറയുന്നില്ല, 4 സ്റ്റേജസ് ഉണ്ട്. പിന്നെ ഇമ്മൊബിലിറ്റി, മോയ്സ്ചർ, മാൽന്യൂട്രീഷൻ, ഇതൊക്കെയാണ് പ്രശ്നം. ഓക്കെ, എവറിത്തിങ് യു നോ. 2 hourly reposition, debridement, nutrition support, dressings. നെക്സ്റ്റ് ഇസ് ബേൺസ്. ബേൺസിലും പല ലെവൽസ് ഓഫ് ബേൺസ് ഉണ്ട്. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി ആൻഡ് ഫോർത്ത് ഡിഗ്രി. ഫോർത്ത് ഡിഗ്രിയിൽ ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഈ സൂപ്പർഫിഷ്യൽ ബേൺസ് ആണ്, ഹൈലി പെയിൻഫുൾ ആണ്. ഫോർത്ത് ഡിഗ്രി ആകുമ്പോൾ ഒട്ടും പെയിൻ ഇല്ല, ബിക്കോസ് മസിൽ ആൻഡ് ബോൺസ് ആർ ഇൻവോൾവ് ആൻഡ് ദ നെർവ് എൻഡിങ്സ് ആർ ഡെഡ് ഓൾറെഡി. ചാർഡ് ആയതുകൊണ്ട് പെയിൻ ഇല്ല. പിന്നെ നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എത്ര ഡിഗ്രി ഓഫ് ബേൺസ് ആണ്, റൂൾ ഓഫ് 9 യൂസ് ചെയ്യാം. ആൻഡ് ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫോമുലയാണ് പാർക്ക്ലൈൻസ് ഫോമുല. എന്താണ് പാർക്ക്ലൈൻസ് ഫോമുല? 4 ml ഓഫ് റിംഗർ ലാക്റ്റേറ്റ് ആണ് കൊടുക്കുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ് സൊല്യൂഷൻ. 4 ml ഓഫ് റിംഗർ ലാക്റ്റേറ്റ് ഇൻറ്റു എത്രയാണ് ബോഡി സർഫസ്, ടോട്ടൽ ബോഡി സർഫസ് ഏരിയ ബേൺഡ് ഇൻറ്റു ദ പേഴ്സൺസ് വെയ്റ്റ് ഇൻ kg. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂവിൻ്റെ പകുതി നമ്മൾ ആദ്യത്തെ 8 മണിക്കൂറും കൊടുക്കും, ബാക്കി പകുതി പിന്നത്തെ 16 മണിക്കൂറും കൊടുക്കും. അങ്ങനെയാണ് പാർക്ക്ലൈൻസ് ഫോമുല ഉപയോഗിച്ച് ഹൈഡ്രേറ്റ് ചെയ്യുന്നത്. ഇനി എമർജൻസി ഫേസിലാണെങ്കിൽ നമ്മൾ എയർവേ കോംപ്രമൈസ് ഉണ്ടാവാം, സോ കീപ് ദി എയർവേ പേറ്റൻറ്റ്. ദെൻ ഹൈപ്പോവൊളീമിയ ഇനീഷ്യലി, പിന്നെ ഇറ്റ് ബിക്കംസ് ഹൈപ്പർ വൊളീമിയ. സോ എയർവേ മാനേജ്മെൻറ്റ്, ഫ്ലൂയിഡ് റെസിസിറ്റേഷൻ, ടോപ്പിക്കൽ ആൻറ്റിബയോട്ടിക്സ്. എന്താണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്? സിൽവർ സൾഫാഡൈസിൻ ആൻഡ് എസ്കറോട്ടമി. വാട്ട് ഈസ് എസ്കർ? എസ്കർ ഇസ് ദ ഡെഡ് ടിഷ്യൂ, എസ്പെഷ്യലി സർക്കംഫറൻഷ്യൽ ബേൺസിലാണെങ്കിൽ ഇറ്റ് വിൽ ജസ്റ്റ് കംപ്രസ് ആൻഡ് ഇറ്റ് വിൽ damage the blood vessel circulation to that particular area. So to prevent that, escarotomy is required. എന്താണ് escarotomy? എസ്കറിനെ കട്ട് ചെയ്ത് റിലീസ് ചെയ്യുന്നതാണ്, പ്രഷർ റിലീസ് ചെയ്യുന്നതാണ് എസ്കറോട്ടമി. അടുത്തത് ചില സ്കിൻ ഡിസീസസ് ആണ്. ഒന്ന് സോറിയാസിസ്. സോറിയാസിസ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് സിൽവറി പ്ലാക്സ് അല്ലെങ്കിൽ സ്കെയിൽസ് പോലെ വരും. പലതരത്തിലുള്ള സോറിയാസിസ് ഉണ്ട്. പ്ലാക്ക് സോറിയാസിസ്, ഗട്ടേറ്റ്, ഇൻവേഴ്സ് സോറിയാസിസ്, പസ്റ്റുലർ സോറിയാസിസ്. പ്ലാക്ക് സോറിയാസിസിലാണ് നമ്മൾ കോമൺലി കാണുന്ന ആ സിൽവറി സ്കെയിൽഡ് ലീഷൻസ്. ഗട്ടേറ്റിലാകുമ്പോൾ ഡ്രോപ്പ് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇൻവേഴ്സ് ആണെങ്കിൽ സ്മൂത്ത് ആൻഡ് ഷൈനി റെഡ് പാച്ചസ് ആയിട്ട് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. പസ്റ്റുലറിനും ഈ ഏരിയാസിലൊക്കെ പസ്സും ഉണ്ടാവാം. ദെൻ ഹൗ ഡു യു സീ ദിസ്? എർത്തിമാറ്റസ് പ്ലേക്സ് ആയിട്ട് കാണാം. ചിലതിൽ നെയിൽ പിറ്റിംഗ് ഉണ്ട്, നെയിലും അഫക്റ്റഡ് ആവും. പിന്നെ സോറിയാറ്റിക് ആർത്രൈറ്റിസും ചിലർക്കും ഉണ്ടാകാം. അപ്പം മാനേജ്മെൻറ്റ് എങ്ങനെയാണ്? പുറത്ത് തേക്കാനായിട്ട് ടോപ്പിക്കൽ സ്റ്റീറോയിഡ്സ് കൊടുക്കും. പിന്നെ പ്യൂവർ തെറാപ്പി എന്ന് പറയുന്നത് സൊറാലിൻ അൾട്രാ വയലറ്റ് എ തെറാപ്പിയാണ്. ആദ്യം തന്നെ നമ്മൾ സൊറാലിൻ എന്ന് പറയുന്ന ഡ്രഗ് കൊടുത്തിട്ട് പിന്നെ അൾട്രാ വയലറ്റ് ലൈറ്റ് അടിക്കും. സോ പല സ്കിൻ ഡിസോർഡേഴ്സിന് ഇത് യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് സ്കിൻ ക്യാൻസർ. സ്കിൻ ക്യാൻസറിൽ നമുക്ക് ബേസൽ സെൽ ക്യാൻസർ ഉണ്ട്, സ്ക്വാമസ് സെൽ ക്യാൻസർ ഉണ്ട്. ബേസൽ സെൽ കാർസിനോമ ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അത് വാക്സിൻ നോഡ്യൂൾ പോലെ കാണാൻ പറ്റും ലീഷൻ. ദെൻ സ്ക്വാമസ് സെൽ ക്യാൻസർ ആണെങ്കിലോ സൺ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിലാണ് ഇത് കൂടുതലും. അതുപോലെ റെഡ് നോഡ്യൂളായിട്ടാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. ദെൻ മെലനോമ എന്ന് പറയുന്നത് മെലാനിൻ പ്രൊഡ്യൂസിങ് സെല്ലിൽ വരുന്ന ക്യാൻസറാണ്. അത് അസസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഏർലി ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയയാണ് ABCDE: എസിമെട്രി, ബോർഡർ, കളർ, ഡയമീറ്റർ ആൻഡ് എവല്യൂഷൻ. ദെൻ ഇതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്? നോൺ ഹീലിംഗ് അൾസർ ആയിട്ടാണ്. ആൻഡ് ഓൾസോ പ്രൂറൈറ്റിസ് ആൻഡ് പെയിൻ. ഇനി മെലനോമയിലാണെങ്കിൽ അത് മറ്റ് സ്ഥലങ്ങളിലേക്കും സ്പ്രെഡ് ആവുന്നു. സോ വി എക്സൈസ് ദ ക്യാൻസറസ് ടിഷ്യൂ ആൻഡ് അതിന് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രൊസീജിയറിന്
ആ സർജറിയുടെ പേരാണ് മോഹ്സ് സർജറി. സോ ടു റിമൂവ് ദ പല ലെയർ ആയിട്ട് സ്കിന്നിനെ റിമൂവ് ചെയ്ത് കളയുന്നതാണ്. Then immunotherapy. Next comes candidiasis, which is a fungal infection. Candida albicans is the most common infection which affects the moist areas, also mouth, groin, അതുപോലെയുള്ള സ്ഥലങ്ങളിൽ. ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവരിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. എയ്ഡ്സ്, അതുപോലെ സ്റ്റിറോയിഡ്സ് എടുക്കുന്നവർക്കും ഡയബറ്റിസ് ഉള്ളവർക്കും. സോ വൈറ്റ് പ്ലാക്സ് ക്യാൻ ബി സീൻ ഇൻ ദ മൗത്ത് വിച്ച് ദാറ്റ് ഇസ് കോൾഡ് ആസ് ഓറൽ ത്രഷ്. ദെൻ വേറെ മാനിഫെസ്റ്റേഷൻസ് എന്തൊക്കെയാണ്? എറിത്തീമ ആൻഡ് ഇച്ചിങ് ഉണ്ടാവും. So we give antifungals like nystatin and clotrimazole and keep the area dry. അടുത്തത് ഇംപെറ്റിക്കോ. ഇംപെറ്റിക്കോ സ്റ്റഫൈലോകോക്കസ് ഓറിയസ് അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് അത് ഓർഗാനിസം. ഹണി കളർഡ് ക്രസ്റ്റ് കാണും. ആൻഡ് ദിസ് ഇസ് ഹൈലി കണ്ടേജിയസ്. കൊച്ചുകുട്ടികളിൽ നമ്മൾ പറയും ചൊറി എന്ന് പറയും, കരപ്പൻ എന്നൊക്കെ പറയുന്ന അതാണ് സംഭവം. സോ കൈയും കാലും ഫേസും കൈയുമാണ് അഫക്റ്റഡ് ആവുന്നത്. ബുള്ളസ് ലീഷൻസ് ഓർ ബ്ലിസ്റ്റേഴ്സ് ക്യാൻ ബി സീൻ ഇൻ ഇൻഫൻറ്റ്സ്. ഇതിൽ നമ്മൾ ടോപ്പിക്കലി മ്യൂപ്പിറോസിൻ ക്യാൻ ബി ഗിവൺ ആസ് ആൻ ഓയിൻമെൻറ്റ് ഫോർ ലോക്കൽ ആപ്ലിക്കേഷൻ ആൻഡ് ഓൾസോ ഓറൽ ആൻറ്റിബയോട്ടിക്സ് ക്യാൻ ബി ഗിവൺ. സെല്ലുലൈറ്റിസ് അടുത്തത്, ഇത് ഓർഗാനിസം തന്നെയാണ്. സെല്ലുലൈറ്റിസിൽ പെട്ടെന്ന് സ്പ്രെഡ് ആവും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആൻഡ് എറിത്തീമ, വാംത്ത് ആൻഡ് പെയിൻ, ഫീവറും കോമൺ ആണ്. സോ IV ആൻറ്റിബയോട്ടിക്സ് യൂഷ്വലി നല്ല ഇപ്പോൾ MRSA ഒക്കെ ഉണ്ടെങ്കിൽ വാങ്കോമൈസിൻ. ഇതിന് എറിസിപ്പെല്ലാസ് ആണെങ്കിലും സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് ആണ് ഓർഗാനിസം. ഷാർപ്ലി ഡിമാർക്കേറ്റഡ് റേസ്ഡ് പ്ലാക്ക് ക്യാൻ ബി സീൻ എസ്പെഷ്യലി ഇൻ ദ ഫേസ് ആൻഡ് ദ ലെഗ്സ്. പിന്നെ സ്കിന്നിൻ്റെ ആ ഒരു കളർ ചേഞ്ചിന് നമ്മൾ പറയുന്ന പേരാണ് പ്യൂഡി ഓറഞ്ചി, ഓറഞ്ചിഷ് കളറിൽ ഡിസ്കളറേഷൻ ഓഫ് ദ സ്കിൻ. ആൻഡ് പെൻസിലിൻ ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ആൻഡ് യു കീപ് എലിവേറ്റിംഗ് ദ ലിംബ്. അടുത്തത് ഫോളിക്കുലൈറ്റിസ്. ഫോളിക്കുലൈറ്റിസിൽ പസ്റ്റ്യൂൾസ്, ഹെയർ ഫോളിക്കിൾസിന് ചുറ്റും കാണുന്ന പസ്റ്റ്യൂൾസാണിത്. ഭയങ്കര പെയിൻഫുള്ളും ഇച്ചിയുമാണ്. താടിയിലും പിന്നെ ബട്ടക്സിലും ഒക്കെ ആയത് കാണപ്പെടുന്നത്. വാം കംപ്രസ് കൊടുക്കുക. ടോപ്പിക്കൽ ക്ലിൻഡാമൈസിൻ വിൽ ഹെൽപ്പ്. അടുത്ത് ഫറങ്കളും കാർബങ്ങളും. സ്റ്റെഫിലോകോക്കസ് ഓറിയസ് ആണ് ഓർഗാനിസം. ഈ ഫറങ്കിൾ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഹെയർ ഫോളിക്കിൾ എഫക്റ്റ് ചെയ്യുമ്പോഴാണ്. മൾട്ടിപ്പിൾ ആകുമ്പോൾ കാർബങ്കിൾ എന്ന് പറയും. അതിൻ്റെ നടുക്ക് അതൊരു ബോയിൽ എന്ന് വേണമെങ്കിൽ പറയാം. നടുക്ക് ഒരു നെക്രോട്ടിക് കോറും ഉണ്ടാവും. സോ തൊട്ട് കഴിഞ്ഞാൽ വളരെ പെയിൻഫുള്ളാണ്. ആൻഡ് ഫീവർ ഇപ്പോൾ ഭയങ്കര സിവിയർ ആണ് കാർബങ്കിളൊക്കെ ആണെങ്കിൽ ദർ വിൽ ബി പ്രസൻസ് ഓഫ് ഫീവർ. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻസൈസ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വിടുക ആൻഡ് ഗിവ് ആൻറ്റിബയോട്ടിക്സ്. നെക്സ്റ്റ് ഇസ് ടീനിയ വിച്ച് ഇസ് കോസ്ഡ് ബൈ ദ ഫംഗസ്. റിംഗ് വേം ആണെങ്കിൽ നമുക്ക് അവിടെ സ്കെയിലി ആയിരിക്കും ആൻഡ് ആനുലർ പാച്ചസ് ക്യാൻ ബി സീൻ. ടീനിയ ക്യാപിറ്റിസ് എന്ന് പറയുന്നത് സ്കാൽപ്പിൽ ഡെവലപ്പ് ചെയ്യുന്ന ടീനിയ അല്ലെങ്കിൽ എന്താണ് അതിന് പറയുന്നത്, നമ്മൾ തേമൽ എന്നൊക്കെ പറയില്ലേ, അതാണ് കാര്യം. സോ നെൻ കാലിലാണെങ്കിൽ ടീനിയ പീഡിസ് എന്ന് പറയും. സോ യു ക്യാൻ സീ ദാറ്റ് ദർ ഇസ് എ ക്ലിയർ സെൻറ്റർ, ക്ലിയർ ആയിരിക്കും. അതിന് ചുറ്റും ഇങ്ങനെ ബോർഡർ വിൽ ബി ആക്റ്റീവ്. കണ്ടിട്ടുണ്ടായിരിക്കില്ല തേമൽ എന്ന് പറയുന്ന സാധനം. അലോപീഷ്യ, സ്കാൽപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് റിസൾട്ട് ഇൻ അലോപീഷ്യ. സോ ആൻറ്റിഫംഗൽ ഇസ് ദ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഓറലി ഓൾസോ യു ക്യാൻ ഗിവ് ടെർബിനഫൈൻ. നെക്സ്റ്റ് ഇസ് ഹെർപ്പിസ് സിംപ്ലെക്സ്. അത് ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 1 ഉണ്ട് 2 ഉണ്ട്. 1 എന്ന് പറയുന്നത് ഓറൽ ഇൻവോൾവ്മെൻ്റ് ആണ്. 2 എന്ന് പറയുന്നത് ജെനിറ്റൽ ആണ്. ജെനിറ്റൽ ഹെർപ്പിസ് സിംപ്ലെക്സ് ആണ് HSV2. സോ ദർ ആർ വെസിക്കിൾസ്. നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു വെസിക്കിൾസ്, കുട്ടി വെസിക്കിൾസ്. അതിൻ്റെ ബേസ് നല്ല ചുമന്നിരിക്കും. എർത്തിമാറ്റസ് ബേസ് ആണ്. ഇത് പിന്നെയും വരാം. ഒരു പ്രാവശ്യം വന്ന് പോയി പിന്നെ എപ്പോൾ വേണമെങ്കിലും അത് വരാം. ഭയങ്കര പെയിൻഫുള്ളും ആണ്, ബേണിങ്ങും ഉണ്ടാവും. എന്നിട്ട് ഒരു 7 to 10 ഡേയ്സിൽ ക്രസ്റ്റ് ഫോം ചെയ്ത് അതുകൊണ്ട് പോവും. ആൻറ്റിവൈറലാണ് ഡ്രഗ് ഓഫ് ചോയ്സ് എസൈക്ലോവിർ. പിന്നെ എന്തെങ്കിലും ട്രിഗേഴ്സ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. അടുത്തത് സ്കേബിസ്. സാർക്കോപ്റ്റസ് സ്കേബി എന്ന് പറയുന്ന മൈറ്റാണ്. ഇതിൻ്റെ റീസൺ സ്കിന്നിൻ്റെ അടിയിലൊക്കെ, എസ്പെഷ്യലി വിരലുകളുടെ ഇടയിൽ, റിസ്റ്റിലുമാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. സ്കിന്നിൻ്റെ അടിയിൽ കൂടി ഇത് ടണലുണ്ടാക്കി ജീവിച്ചുകൊണ്ടിരിക്കും. നമുക്ക് സ്കിന്നിൻ്റെ പുറത്തുനിന്ന് തന്നെ അതിൻ്റെ ബറോസ് കാണാനായിട്ട് പറ്റും. രാത്രി ഭയങ്കര ഇച്ചിങ് ആയിരിക്കും ഉണ്ടാക്കുക. സോ പാപ്യൂൾസ് ആൻഡ് നോഡിൽസ് എസ്പെഷ്യലി ഇൻ ദി ജെനിറ്റൽ ആൻഡ് ആക്സിലറി ഏരിയ ക്യാൻ ബി സീൻ. പെർമെത്രിൻ 5% ക്രീമാണ് കൊടുക്കുക. പിന്നെ ഈ ആളുടെ ഒപ്പം കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നവരെയും ട്രീറ്റ് ചെയ്യണം. വീട്ടിലുള്ള മറ്റാൾക്കാരെയും ട്രീറ്റ് ചെയ്യണം. അടുത്ത വാട്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. ഇതിൻ്റെ റീസൺ വെറൂക്കസ് പാപ്പിലസ് എന്ന് പറയും, അതാണ് കോമൺ ആയിട്ടുള്ളത്. പിന്നെ പ്ലാന്റാർ ഫ്ലാറ്റ് ആൻഡ് ജെനൈറ്റൽ ഏരിയാസ്. പ്ലാന്റാറിൽ കാലിലാണ് ഉള്ളത്. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും, അത് ജെനൈറ്റൽ ഏരിയയിലും
ഉണ്ടാവും. അങ്ങനെ 3 ഡിഫറെൻറ്റ് ടൈപ്സിലാണ് ഉള്ളത്. ദെൻ റഫ് സർഫസ്, ഈ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, അരിമ്പാറ എന്ന് പറയുന്ന സാധനം റഫാണ്, മേളിൽ ബ്ലാക്ക് ഡോട്ട്സ് കാണും, അതൊക്കെ ത്രോംബോസ്റ്റ് കാപ്പിലറീസുമാണ്. അപ്പോൾ ഇത് സാലിസിലിക് ആസിഡ് ക്രയോതെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ് അബൌട്ട് ദ ഡിസീസസ് ഓഫ് ദ സ്കിൻ. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രീഫായിട്ട് മസ്കുലോസ്കെൽറ്റൽ സിസ്റ്റം ഡിസോർഡറും സ്കിൻ ഡിസോർഡേഴ്സും ഡിസ്കസ് ചെയ്തു. താങ്ക് യു വെരി മച്ച്.